എല്ലാവർക്കും നമസ്കാരം. ആശയ സംവേദനത്തിലൂടെ വേണം ജീവിതം പടുത്തുയർത്തുവാൻ. ശരിയായ ആശയ സംവേദനത്തിൻ്റെ അഭാവം തെറ്റിദ്ധാരണകൾ വളർത്തുന്നതാണ്. അതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ അസ്വസ്ഥതകളും വർദ്ധിക്കുന്നു. നാറ്റ് ടേർണറാണ് പറയുന്നത്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ കൺഫ്യൂഷൻ ആൻഡ് ക്ലാരിറ്റി. ഓരോ കാര്യങ്ങളെപ്പറ്റി ശരിയായ ധാരണയുണ്ടാകാൻ നല്ല ആശയ സംവേദനം നിർവഹിച്ചേ മതിയാകും. ശ്രീ ശങ്കരാചാര്യ തത്വശാസ്ത്രത്തിൽ അജ്ഞതയും ജ്ഞാനത്തെയും പറ്റി കുറിക്കുവാൻ ഉപയോഗിക്കുന്ന മനോഹരമായൊരു ഉദാഹരണമുണ്ട്. ഇരുള് ബാധിച്ചെടുത്ത് കിടക്കുന്ന ഒരു കയറ് പാമ്പായിട്ട് തെറ്റിദ്ധരിക്കും എന്നതുപോലെ ശരിയായ ആശയ സംവേദനമില്ലാത്ത ജീവിതം തെറ്റിദ്ധാരണയുടെ തേരിലായിരിക്കും മുൻപോട്ട് പോകുന്നത്. എലിസബത്ത് ബോർഗറെറ്റ് പറയുന്നു, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് എനി റിലേഷൻഷിപ്പ്. വിയന്ന സർവകലാശാലയിലെ മനോരോഗ പഠന വകുപ്പ് തലവനായിരുന്നു ഡോക്ടർ വിക്ടർ ഫ്രാങ്കൽ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മെൻസ് സെർച്ച് ഫോർ മീനിങ്. അതിൽ വിവരിക്കുന്ന ഒരു സംഭവം ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിഞ്ഞ ഒരു തടവുകാരിയുടെ അനുഭവമാണ്. കുടിസായ ഒരു മുറിയിൽ ഒരുപാട് കാലം ഏകാന്ത തടവിലായിരുന്നു ആ സ്ത്രീ. പലപ്പോഴും ഏകാന്തതയുടെ വീർപ്പുമുട്ടൽ കൊണ്ട് സാധാരണ ആളുകളൊക്കെ മരിച്ചു പോകും, അല്ലെങ്കിൽ മാനസിക നില തകരാറിലാകും. എന്നാൽ ഇവർ പരിപൂർണ മാനസികാരോഗ്യത്തോടെ തടവുകാലം പൂർത്തിയാക്കി പുറത്തു വന്നു. എന്താ അതിൻ്റെ കാരണമെന്ന് പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. അതിവിചിത്രമായ ഒരു വഴിയിലൂടെയാണ് ആ സ്ത്രീ അത് സാധിച്ചെടുത്തത്. തൻ്റെ തടവ് മുറിയുടെ ചുമരിലുണ്ടായിരുന്ന ഒരു ദ്വാരത്തിലൂടെ ദൃശ്യമായിരുന്ന ഒരു മരച്ചില്ലയെ തൻ്റെ ആത്മമിത്രമായി സങ്കല്പിച്ച് ആ ചില്ലയുമായി നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് തൻ്റെ ഇരുണ്ട ദിനങ്ങളെ അവർ അതിജീവിച്ചത്. കുടുസു തടവറയിൽ നിന്നുകൊണ്ട് അവിടെ ലഭ്യമായിരുന്ന ചെറിയ സുഷിരത്തിലൂടെ ദൃശ്യമായ ആ മരച്ചില്ലയുമായി നല്ലൊരു ആത്മബന്ധം തൻ്റെ ഒറ്റയ്ക്കുള്ള സംഭാഷണത്തിലൂടെ സൃഷ്ടിച്ച് വളർത്തിയെടുക്കുന്ന ഒരു അതിജീവനത്തിൻ്റെ വഴിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് മനുഷ്യനിൽ ശരിയായ ആശയ സംവേദനം നിർവഹിക്കാൻ പറ്റാതെ മാനസിക നില അപകടത്തിലാകുന്ന എത്രയോ പേരുണ്ട്. ഒരു വീട്ടിലാണ് കഴിയുന്നത്, ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി പ്രിയപ്പെട്ടവരോട്. എന്തൊക്കെയോ നേടാനുള്ള തത്രപ്പാടിനിടയിൽ പലതും കൈമോശം വരികയാണ് നമുക്കൊക്കെ. പത്മോസിന്റെ ഏകാന്തവാസത്തിൽ ദർശനത്തിലൂടെ ആശയ സംവേദനം നിർവഹിക്കുന്ന യോഹന്നാൻ ശ്ലീഹ ആശയ സംവേദനത്തിൻ്റെ പ്രാധാന്യം വളരെ ശക്തമായി നമ്മളോട് സംവേദിക്കുന്നുണ്ട്. നിതിൻ നമേഡോ കുറിക്കുന്നു, റിലേഷൻഷിപ്പ് ആർ ബിൽറ്റ് ഓൺ ലവ്, റെസ്പെക്ട് ആൻഡ് ഹോണസ്റ്റി, ബട്ട് ദേ നീഡ് കമ്മ്യൂണിക്കേഷൻ ടു സർവൈവ്. നമ്മുടെ ബന്ധങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ആവശ്യമാണ്. പക്ഷേ അവയുള്ളപ്പോൾ തന്നെയും അത്തരം ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചൊരു ബന്ധം ശരിയായി നിലനിൽക്കണമെങ്കിൽ നല്ല ആശയ സംവേദനം നടന്നേ മതിയാകൂ. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കുടിസ് മുറിയിലെ ചെറിയ സുഷിരം വഴി ആശയ സംവേദനത്തിൻ്റെ സാധ്യത അന്വേഷിച്ച ആ സ്ത്രീയെ പോലെ നമ്മുടെ ചുറ്റുവട്ടങ്ങളൊന്നും എപ്പോഴും കൃത്യമാകണമെന്നോ അനുകൂലമാകണമെന്നോ ഒന്നും വേണ്ട. പക്ഷേ ആശയ സംവേദനത്തിനുള്ളൊരു നല്ല ജനാല വ്യക്തി ജീവിതത്തിൽ തുറന്നിടാൻ നമ്മൾ ആരും മടിക്കരുത്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗീയ ദൈവമേ, അങ്ങേക്ക് സ്തുതി, ഈ ജീവിതത്തിനായി സ്തുതി. ഇത് ദൈവത്തിൻ്റെ മഹാദാനമാണ്. ഈ ജീവിതത്തിൻ്റെ വില അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം പരസ്പരമുള്ള സഹവർത്തിത്വത്തിൻ്റെതാണല്ലോ.
അവിടെ നല്ല ആശയസംവേദനം നിർവഹിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് പകരണമേ. പരിശുദ്ധാത്മ ജ്ഞാനം അതിനാവശ്യമാണ്. പെന്തിക്കോസ്ത് ദിനത്തിൽ പത്രോസിൻ്റെ വാക്കുകൾ ജനഹൃദയങ്ങളിൽ സംവേദനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ തേരിലേറി ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും ആശയങ്ങളും സംവേദനം നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ഭവനങ്ങൾ പരസ്പരമുള്ള ആശയ സംവേദനം തകർന്ന് കുടുംബജീവിതം അപകടാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമഹത്വം നിർവഹിക്കേണ്ട കുടുംബങ്ങൾ അതിൻ്റെ പാതയിൽ നിന്ന് വഴിതെറ്റിപ്പോകുമ്പോൾ അത് സങ്കടകരമാണ്. ദൈവമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് മുകളിലേക്ക് അയക്കണമേ. പരസ്പരം മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.